നമ്മുടെ അഞ്ചാമത്തെ പേപ്പറിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരെണ്ണമാണ് പ്രൈമറി ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്. എസ് എ ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ കൂടുതലായിട്ടും കണ്ടുവന്നിട്ടുള്ള ഒരെണ്ണമാണ് ഈ ഒരു പ്രൈമറി ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ടോപ്പിക്. ഇതിൽ ആദ്യം എന്താണ് പ്രൈമറി ഹെൽത്ത് കെയർ എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ പ്രൈമറി ഹെൽത്ത് കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇൻഡിവിജ്വലിനാണെങ്കിലും ഫാമിലിക്കാണെങ്കിലും നമ്മുടെ കമ്മ്യൂണിറ്റിക്കാണെങ്കിലും നാഷണൽ ഹെൽത്ത് സർവീസുമായിട്ട് വരുന്ന ഒരു ഫസ്റ്റ് ലെവൽ ഓഫ് കോണ്ടാക്ട് ആണ് പ്രൈമറി ഹെൽത്ത് കെയർ. നമുക്ക് നാഷണൽ ഹെൽത്ത് സർവീസസ് ഒരുപാടുണ്ട്. അതെല്ലാം നമ്മുടെ ഏറ്റവും താഴെ ലെവലിൽ, നമ്മുടെ ഏറ്റവും താഴെ കമ്മ്യൂണിറ്റിയിലേക്ക് എത്തുന്ന ആ ഒരു ഫസ്റ്റ് ലെവൽ ഓഫ് കോണ്ടാക്റ്റിനെയാണ് നമ്മൾ പ്രൈമറി ഹെൽത്ത് കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1978 നമ്മളൊരു അൽമ അറ്റ കോൺഫറൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്ന ഒരു കാര്യമാണ് ഹെൽത്ത് ഫോർ ഓൾ ബൈ ദ ഇയർ 2000 എന്ന് പറയുന്ന ഒരു കാര്യം. ആ 1978 അൽമ അറ്റ കോൺഫറൻസിൽ നമ്മൾ പറഞ്ഞ ഒരു കാര്യമാണ് ഹെൽത്ത് ഫോർ ഓൾ ബൈ ദ ഇയർ 2000. 2000 കൂടി എല്ലാവർക്കും ആരോഗ്യം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റിനോട് കൂടി പറഞ്ഞ ഒരു കാര്യമാണ് ഈ പ്രൈമറി ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്. ഈ ഒരു ഹെൽത്ത് ഫോർ ഓൾ ബൈ ഇയർ 2000 എന്ന് പറയുന്നത് അച്ചീവ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് പ്രൈമറി ഹെൽത്ത് കെയറിലൂടെ മാത്രമേ സാധിക്കൂ എന്നാണ് പറഞ്ഞത്. അപ്പം ഈ ഒരു ഹെൽത്ത് ഫോർ ഓൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറ്റൈൻമെന്റ് ഓഫ് എ ലെവൽ ഓഫ് ഹെൽത്ത് ദാറ്റ് വിൽ എനേബിൾ എവറി ഇൻഡിവിജ്വൽ ടു ലീഡ് എ സോഷ്യലി ആൻഡ് എക്കണോമിക്കലി പ്രൊഡക്റ്റീവ് ലൈഫ് എന്നുള്ളതാണ്. ഓരോ ഇൻഡിവിജ്വലിനും സോഷ്യലിയും എക്കണോമിക്കലിയും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടി ഉള്ള ആ ഒരു ലെവൽ ഓഫ് ഹെൽത്ത്. അവർക്ക് സ്വന്തമായിട്ട് അവരുടെ സോഷ്യലി എക്കണോമിക്കലി കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് ആയിട്ട് ലൈഫ് ലീഡ് ചെയ്യണമെങ്കിൽ എത്രമാത്രം ഹെൽത്ത് അവർക്ക് വേണം, അതാണ് നമ്മൾ ഹെൽത്ത് ഫോർ ഓൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് നേടിയെടുക്കണമെങ്കിൽ അത് പ്രൈമറി ഹെൽത്ത് കെയറിലൂടെ മാത്രമേ സാധിക്കൂ എന്നാണ് നമ്മുടെ 1978 അൽമ അറ്റ കോൺഫറൻസിൽ പറഞ്ഞത്. ഇനി പ്രൈമറി ഹെൽത്ത് കെയറിന് ഒരു ഡെഫിനിഷൻ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രൈമറി ഹെൽത്ത് കെയർ ഈസ് എസെൻഷ്യൽ ഹെൽത്ത് കെയർ മെയ്ഡ് യൂണിവേഴ്സലി ആക്സസിബിൾ ടു ഇൻഡിവിജ്വൽസ് ആൻഡ് അക്സെപ്റ്റബിൾ ടു ദം through their full participation and at a cost that the community and country can afford. പ്രൈമറി ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള നമുക്ക് ഏറ്റവും വേണ്ടുന്ന ഒരു ഹെൽത്ത് കെയർ ആണ്. അതെന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ ആക്സസബിൾ ആയിരിക്കണം, യൂണിവേഴ്സലി ആക്സസബിൾ. ഒരാളെയും മാറ്റി നിർത്തരുത്, എല്ലാവർക്കും ആക്സസബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ അവർക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കണം, അവർക്കത് സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. മാത്രമല്ല അവരുടെ ഫുൾ പാർട്ടിസിപ്പേഷൻ, കമ്മ്യൂണിറ്റിയുടെ ഫുൾ പാർട്ടിസിപ്പേഷനും അതിലുണ്ടായിരിക്കണം. അതേപോലെ നമ്മുടെ കമ്മ്യൂണിറ്റിക്കാണെങ്കിലും കൺട്രിക്കാണെങ്കിലും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റിലായിരിക്കണം ഈ ഒരു പ്രൈമറി ഹെൽത്ത് കെയർ ഉണ്ടായിരിക്കേണ്ടത്. ഇതാണ് പ്രൈമറി ഹെൽത്ത് കെയറിനെ കുറിച്ച് ഒരു ഡെഫിനിഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിനകത്ത് നോക്കേണ്ടത് നമ്മുടെ പ്രൈമറി ഹെൽത്ത് കെയറിന് മൊത്തം ഒരു 8 എലമെന്റ്സ് ആണുള്ളത്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഈ ഒരു എലമെന്റ്സ് ഓഫ് പ്രൈമറി ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് എഡ്യൂക്കേഷൻ ഓഫ് ദ പീപ്പിൾ അബൌട്ട് പ്രിവൈലിംഗ് ഹെൽത്ത് പ്രോബ്ലംസ് ആൻഡ് മെത്തേഡ് ഓഫ് പ്രിവെന്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ദം. നമുക്കിപ്പോ നിലവിലെ എന്തൊക്കെ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട് എന്നുള്ള കാര്യവും അതെങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും പറ്റും എന്നുള്ള കാര്യത്തിൽ നമ്മൾ പീപ്പിളിന് എഡ്യൂക്കേഷൻ കൊടുക്കുക, അവർക്ക് പറഞ്ഞു കൊടുക്കുക ഇത് എങ്ങനെയൊക്കെ നമുക്ക് തടയാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉള്ളത് എന്നുള്ള കാര്യം അവരെ എഡ്യൂക്കേറ്റ് ചെയ്യിക്കുക. രണ്ടാമത്തേന്ന് പറയുന്നത് പ്രൊമോഷൻ ഓഫ് ഫുഡ് സപ്ലൈ ആൻഡ് പ്രോപ്പർ ന്യൂട്രീഷൻ. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ പ്രോപ്പർ ന്യൂട്രീഷന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ പറഞ്ഞ് അത് പ്രൊമോട്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തത്. മൂന്നാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പബ്ലിക് ഹെൽത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സാനിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പം അതിന് അഡിക്വേറ്റ് സപ്ലൈ സേഫ് വാട്ടർ, ഡ്രിങ്കിങ് വാട്ടർ നമുക്ക് സേഫ് ആയിട്ടുള്ള അഡിക്വേറ്റ് സപ്ലൈ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ബേസിക് സാനിറ്റേഷൻ ഉള്ള കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുക. നാലാമത്തത് മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ ആൻഡ് ഫാമിലി പ്ലാനിങ്. നമ്മുടെ കാര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഹെൽത്തോട്ട് റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയറും അതുപോലെ തന്നെ ഫാമിലി പ്ലാനിങ്. അതും ഇതിന്റെ ഒരു എലമെന്റ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അഞ്ചാമത് വരുന്നത് നമ്മുടെ മേജർ ആയിട്ടുള്ള ഇൻഫെക്ഷ്യസ് ഡിസീസിനെതിരെയുള്ള ഇമ്മ്യൂണൈസേഷന്റെ കാര്യമാണ്. അതും ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതൊക്കെ ഫീൽഡ് ഉണ്ടോ അതെല്ലാം നമ്മൾ പ്രൈമറി ഹെൽത്ത് കെയറിന്റെ എലമെന്റ്സ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആറാമത് പറയുന്നത് നമുക്ക് ലോക്കലി എൻഡമിക് ആയിട്ടുള്ള ഡിസീസസ് ആണ്, നമ്മുടെ ആ ഒരു ഏരിയയിൽ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ഡിസീസ് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. സീസൺസ് ഒക്കെ ആവുമ്പോൾ വരുന്ന ഡിസീസാണ് എൻഡമിക് ഡിസീസസ് എന്ന് പറയുന്നത്. അത് ലോക്കലി അവിടെ തന്നെ കാണുന്ന ഡിസീസസ് ആണ്. അപ്പൊ അത് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം, എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ള കാര്യവും ഇതിന്റെ ഒരു എലമെന്റ് ആയിട്ട് വരുന്നുണ്ട്. ഏഴാമത്തത് നമ്മുടെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഡിസീസസിനും ഇഞ്ചുറീസിനും അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഏഴാമത്തത്.
എട്ടാമത്തത് നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള ഡ്രഗ്സിന്റെ പ്രൊവിഷൻ ആണ്. നമുക്ക് ഏതൊക്കെയാണോ വേണ്ടി വരുന്ന ഡ്രഗ്സ് അത് പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ്. ഈ ഒരു 8 കാര്യങ്ങളാണ് നമ്മുടെ പ്രൈമറി ഹെൽത്ത് കെയറിന്റെ എലമെന്റ്സ് ആയിട്ട് പറയുന്നത്. ഈ ഒരു 8 കാര്യങ്ങൾ നമ്മുടെ ഹെൽത്തുമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ്. അത് പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ എലമെന്റ്. അടുത്തത് നമുക്ക് നോക്കേണ്ടത് തന്നെ പ്രിൻസിപ്പിൾസ് ആണ്. അതായത് പ്രൈമറി ഹെൽത്ത് കെയറിന്റെ പ്രിൻസിപ്പിൾസ് ആണ് നോക്കേണ്ടത്. അതിൽ ഒന്നാമത് നമ്മൾ പറയുന്നത് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഹെൽത്ത് സർവീസസ് എന്ന് പറയുന്നത് സൊസൈറ്റിയിലുള്ള എല്ലാ സെക്ഷനും ആക്സസിബിൾ ആയിരിക്കുന്ന രീതിയിലായിരിക്കണം. പ്രത്യേകിച്ച് നമ്മൾ വൾണറബിൾ ഗ്രൂപ്പ്സിന്, ആവശ്യക്കാർക്കായിരിക്കണം നമ്മൾ കൂടുതൽ അറ്റൻഷൻ കൊടുക്കേണ്ടത്. ഇതിന് നമ്മൾ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു ടേം കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ സൊസൈറ്റിയിലുള്ള എല്ലാവർക്കും ഒരേപോലെ നമുക്ക് ആക്സസിബിൾ ആയിരിക്കണം ഈ ഒരു പ്രൈമറി ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്. അതാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ. രണ്ടാമത്തത് കമ്മ്യൂണിറ്റിയുടെ ഇൻവോൾവ്മെന്റ് ആണ്. ലോക്കൽ കമ്മ്യൂണിറ്റി എല്ലാ കാര്യത്തിലും നമ്മുടെ ഹെൽത്ത് സർവീസിന്റെ പ്ലാനിങ്ങിലാണെങ്കിലും ഇംപ്ലിമെന്റേഷനിലാണെങ്കിലും മെയിന്റനൻസിലാണെങ്കിലും എല്ലാത്തിലും ഒരേപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കണം. അപ്പൊ ഒരു കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ് എന്നുള്ളതും നമ്മുടെ പ്രൈമറി ഹെൽത്ത് കെയറിന്റെ ഒരു പ്രിൻസിപ്പിൾ ആണ്. ഇനി മൂന്നാമത് പറയുന്നത് പ്രിവെൻഷൻ ആണ്. നമ്മൾ എപ്പോഴും ഹെൽത്തിന്റെ കാര്യത്തിൽ പറയുമ്പോൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ് എപ്പോഴും പറയുന്നത്. ഒരു രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് രോഗം വരാതിരിക്കാൻ നോക്കുന്നതാണ്. അപ്പൊ പ്രിവെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രൈമറി ഹെൽത്ത് കെയറിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രിവെൻഷൻ ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ് പ്രിവെൻഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അപ്രോപ്രിയേറ്റ് ടെക്നോളജി ആണ്. നമ്മൾ കൂടുതലും കോസ്റ്റ്ലി മെത്തേഡ്സിന്റെ പിറകെ പോവാതെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ടെക്നോളജീസോ കാര്യങ്ങളോ കൂടുതൽ കോസ്റ്റ്ലി ആയിട്ട് പോവാതെ നമുക്ക് സയന്റിഫിക്കലി സൗണ്ട് ആയിട്ടുള്ള ഒരുപാട് മെത്തേഡ്സും മെറ്റീരിയൽസും അവൈലബിൾ ആണ്. അത് ഉപയോഗിച്ചുകൊണ്ട്, അത് എന്ന് പറയുമ്പോൾ കൂടുതൽ സോഷ്യലി അക്സെപ്റ്റബിളും ആയിരിക്കും. കൂടുതൽ കോസ്റ്റ്ലി അല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ സൊസൈറ്റി കൂടുതൽ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും എന്നൊരു കോൺസെപ്റ്റ് കൂടി പ്രൈമറി ഹെൽത്ത് കെയറിൽ പറയുന്നുണ്ട്. അതിനൊരു എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പിയുടെ കാര്യം പറയുന്നത്. അപ്പം ഈ ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി വഴിയിട്ട് നമുക്ക് ഡയേറിയ കേസസ് ഒക്കെ ഒരുപാട് മാനേജ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതെന്ന് പറയുന്നത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് കൂടിയായിരുന്നു. അപ്പൊ അപ്രോപ്രിയേറ്റ് ടെക്നോളജീസ് നമ്മൾ യൂസ് ചെയ്യാന്നുള്ളതും അതിന്റെ ഒരു പ്രിൻസിപ്പിൾ ആണ്. അഞ്ചാമത്തത് മൾട്ടി സെക്ടറൽ അപ്രോച്ച് ആണ്. അതായത് ഈ പ്രൈമറി ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ആ ഒരു സംഭവം നമ്മുടെ ഹെൽത്ത് സെക്ടർ മാത്രം വിചാരിച്ചുകൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്ന കാര്യം ഹെൽത്ത് സെക്ടർ മാത്രം വിചാരിച്ചുകൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിന് നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റുള്ള സെക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ അഗ്രികൾച്ചർ ആണെങ്കിലും എഡ്യൂക്കേഷൻ ആണെങ്കിലും സോഷ്യൽ വെൽഫെയർ ആണെങ്കിലും ഇങ്ങനെയുള്ള ബാക്കി സെക്ടേഴ്സിന്റെയും കൂടെ ഒരു ജോയിന്റ് എഫേർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലും ഈ ഒരു ഹെൽത്ത് എന്ന് പറയുന്ന കാര്യം നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പം മൾട്ടി സെക്ടറൽ അപ്രോച്ചും ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ്. ഇതാണ് പ്രൈമറി ഹെൽത്ത് കെയറിനെ കുറിച്ച് പറയാനുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ എലമെന്റ്സ്, പ്രിൻസിപ്പിൾസ്.